ഹോർത്തൂസ് മൂന്നാം ദിനത്തിലെ ഈ സായാഹ്ന സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ സെഷനിൽ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നിഖില വിമലാണ്. നിഖിലയെക്കുറിച്ച് ഒരു മുഖപുരയുടെ ആവശ്യം പ്രത്യേകിച്ച് നിങ്ങൾക്കില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിഖില നമ്മളോടൊപ്പം നമുക്കിടയിൽ ഒരാളായിട്ട് നമ്മുടെ സ്ക്രീനിന് മുന്നിൽ തന്നെ ഉണ്ട്. ഭാഗ്യദേവത എന്ന സിനിമയിൽ ഒരു ബാലതാരമായിട്ടാണ് അരങ്ങേറ്റം കുറിച്ചത്. അത് കഴിഞ്ഞിട്ട് ലവ് 24/7, ഞാൻ പ്രകാശൻ, പിന്നെ ജോ ആൻഡ് ജോ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ, ഇപ്പോൾ ഈ അടുത്തായിട്ട് വാഴ തുടങ്ങിയ ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് പ്രീസ്റ്റ്, ഗുരുവായൂർ അമ്പലനടയിൽ, അങ്ങനെ എത്ര സിനിമകളാണ് നമുക്ക് ഓർത്തെടുത്ത് പറയാനുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നിഖില വിമൽ ഇന്ന് നിഖിലയുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് തുടങ്ങാം. സ്വാഗതം. താങ്ക് യു. നിഖില എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആ പേരിനോട് ചേർത്ത് വെക്കാൻ തോന്നുന്ന ഒരു പദം എന്ന് പറയുന്നത് എന്താ പറയുക, നിലപാട് എന്നാണ്. കാരണം എല്ലാവരും മലയാള സിനിമയിൽ പൊതുവെ നടികളെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നതും അത് തന്നെയാണ്. കാരണം നിഖില എല്ലാ കാര്യങ്ങളിലും സ്വന്തമായ ഒരു കാഴ്ചപ്പാടും ഒരു നിലപാടും വ്യക്തിത്വം ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നിലപാടുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ പതുക്കെ അംഗീകരിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ പണ്ട് തൊട്ടേ പറയാറുണ്ട് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നുള്ളത്. ബോൾഡ്നെസ് ആണ് ബ്യൂട്ടി എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് എങ്ങനെയാണ് മെച്ചുവേർഡ് ആയത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ വോയിസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും എല്ലാവരും ഓരോ ഇൻഡിവിജ്വലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കണം വീട്ടിൽ സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു, നമ്മളെ കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളിടത്ത് നിന്ന് വന്നതായിരിക്കണം അങ്ങനെ ഒരു ഈ പറയുന്ന മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ചെറുപ്പം മുതലേ കുറെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുതൽ സിനിമ ചെയ്യാൻ തുടങ്ങി. അപ്പം സിനിമയിൽ വന്നതിന് ശേഷം ഇത്ര വർഷമായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മെച്യൂർഡ് ആയേ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളായിരിക്കും ഇപ്പൊ സമപ്രായക്കാരെങ്കിലും മറ്റു നടികളെ വെച്ച് നോക്കുമ്പോൾ. ചെറിയൊരു ആളായി വന്ന് ഒരു ബാലതാരമായിട്ട് തുടങ്ങി. അപ്പൊ ഇത്രയും എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഒരു ബോൾഡ്നെസ്സിലേക്ക് മുതിർന്നത് എന്നാണോ? അതെ. ഞാൻ എപ്പോഴും പറയുന്ന, നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേറൊരു ആരും ഇല്ലാത്തൊരു സ്പേസിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങിയുമ്പോൾ സംസാരിക്കുന്നതാണ്. ചിലപ്പോൾ അത് കൂടി പോവാം, കുറഞ്ഞു പോവാം, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. അങ്ങനെ പലപ്പോഴും സംസാരിച്ചത് കൂടി പോയതിന്റെ പേരിൽ ഒരു പ്രതിക്കൂട്ടിലൊക്കെ നിൽക്കേണ്ടി വന്ന അവസ്ഥയും ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. സംസാരിച്ചതിനെ ട്വിസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കപ്പെട്ടിട്ടുണ്ട്. സംസാരിച്ചതിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കപ്പെടേണ്ടി വന്നിട്ടില്ല. അടർത്തി മാറ്റപ്പെട്ട കുറെ സംഭാഷണങ്ങളുടെ പേരിലൊക്കെ സംഭവിക്കുന്നതായിരിക്കും. ഇപ്പോ കുട്ടിക്കാലത്ത് തന്നെ സിനിമയിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞല്ലോ. ഭാഗ്യദേവതയായിരുന്നു ആദ്യത്തെ ചിത്രം. അതിലൊരു ബാലതാരമായിട്ടാണ് വന്നത്. അപ്പോൾ സത്യനന്ദിക്കാടിനെ പോലെ ഒരാളുടെ കൂടെ കിട്ടിയ ഒരു ഓപ്പണിംഗ്, അങ്ങനെ ഒരു ബാലതാരമായിട്ട് സിനിമയിലേക്ക് വന്ന ആ സമയത്ത് നിന്നും ഇപ്പൊ സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാള് ഈ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ നോക്കിക്കണ്ട ഒരാളെന്ന നിലയിൽ ആ ഒരു പ്രോഗ്രഷൻ എങ്ങനെയായിരുന്നു? നമ്മൾ വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്പേസിലാണെങ്കിലും ഒക്കെ ഞാൻ എപ്പോഴും ഒരു 5 വർഷത്തിൽ എപ്പോഴും ഒരു മാറ്റങ്ങൾ സംഭവിക്കും. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഫിലിമിലായിരുന്നു ഷൂട്ട് ചെയ്ത് തുടങ്ങിയിരുന്നത്. ഫിലിമും പിന്നെ അതിന് ശേഷം അടുത്താണല്ലോ ഡിജിറ്റൽ സ്പേസിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ 2008 ഫസ്റ്റ് സിനിമ ചെയ്യുന്നത്. ആ സമയത്ത് ഫിലിമിലായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഡിജിറ്റലിലേക്ക് വന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ട്. മുന്നേ അത്രയും, കാരണം ഈ കറക്റ്റ് എത്ര വേണം, ഇത്ര സമയത്ത് ഇതിനുള്ളിൽ ഈ ഫിലിം തീരുന്നതിന് മുന്നേ ഒരുപാട് ടേക്കുകൾ പോകാൻ പറ്റില്ല. അപ്പോൾ അന്ന് കുറെ കൂടുതൽ റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്നൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ നമുക്ക് എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ ആ സ്പേസിൽ നമുക്കത് ബെറ്റർ ആക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ. പിന്നെ ഈ പറയുന്നത് പോലെ പണ്ടുണ്ടായതിൽ നിന്നും ഇപ്പം ഒരുപാട് സിനിമയിലുള്ളവരും നമ്മളെല്ലാവരും കുറെ കാര്യങ്ങൾ തിരിച്ചറിയുക എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സേഫ്റ്റി, നമ്മളുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എന്താ പറയാ, ആൾക്കാരതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നൊരു സ്പേസിലേക്ക് മാറിയിട്ടുണ്ട്. അത് വലിയ മാറ്റം വന്നു എന്നുള്ളതല്ല, പക്ഷെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് മാറിയിട്ടുണ്ട്. അതിപ്പോ ഞാൻ കണ്ടതിൽ നിന്നും ഇങ്ങോട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മാറ്റമാണ്.
നിഖിലയുടെ അച്ഛന്റെ അമ്മയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ഛൻ ഒരു നക്സലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളായിരുന്നു. അമ്മയാണെങ്കിൽ വളരെ ട്രഡീഷണൽ ആയ ഒരു എന്താ പറയുക ഒരു സാമ്പ്രദായികമായ ഒരു സ്ത്രീ കാഴ്ചപ്പാട് നിൽക്കുന്ന ഒരാളായിരുന്നു. കലാമണ്ഡലത്തിൽ നിന്ന് നൃത്തം അഭ്യസിച്ച് വന്ന ഒരു നർത്തകിയായിരുന്നു. അപ്പോൾ ഈ ഒരു വീടിനകത്ത് തന്നെ വളരെ എന്താ പറയുക വളരെ ഡിഫറെൻ്റ് ആയ രണ്ട് എക്സ്ട്രീംസിനെയാണ് കുട്ടിക്കാലം തൊട്ടേ കണ്ടത്. ഈ റാഡിക്കലായ എന്താ പറയുക ഒരാളും വളരെ ട്രഡീഷണലായ ഒരാളും. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു പ്രണയത്തിന്റെ അന്തർധാര വളരെ സജീവമായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു അച്ഛന്റെ അമ്മയുടെ ആ ഒരു പ്രണയത്തേക്ക് ഓർത്തെടുക്കുന്നത്? ഇല്ല, അച്ഛന്റെ അമ്മയുടെയും പ്രണയം ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ നെക്സ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛന് ജോലി കിട്ടി. മറ്റേ അവിടെ ഒരു ആലക്കോട് ഒരു സ്കൂളിൽ അച്ഛൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് അച്ഛൻ ഒഫീഷ്യലി പെണ്ണ് കാണാൻ വന്നതാണ് അമ്മേനെ. അപ്പൊ അങ്ങനെ വന്നപ്പം അച്ഛൻ്റെ ഈ നക്സലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കാരണം ആദ്യം അമ്മയുടെ വീട്ടിൽ അങ്ങനെ സമ്മതിച്ചില്ല. അതിനുശേഷം പിന്നെ അച്ഛൻ അമ്മയെ കൊണ്ടുപോയിട്ട് അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളില് കുട്ടികളുടെ കലാവാസന വളർത്താൻ വേണ്ടിയിട്ട് കുട്ടികളെ നൃത്തം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് അമ്മയെ കൊണ്ടുവന്ന് അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പൊ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അച്ഛൻ അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഈ പറയുന്ന പോലെ വേറെ ടീച്ചേഴ്സിന്റെ ഇടയിൽ കത്ത് കൊടുത്തു വിടുക അങ്ങനെ. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര പേടി. അമ്മ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി യാഥാസ്ഥിതിക സെറ്റപ്പിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോ പിന്നെ ഗ്രാജുവലി അച്ഛന്റെ ഫ്രണ്ട് ആയിരുന്നു അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്. പിന്നെ അങ്ങനെ കൺവിൻസ് ചെയ്ത് അമ്മയ്ക്ക് കുറെ മുടി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് മുടിയുള്ള. അപ്പൊ അച്ഛൻ അങ്ങനെ മുടിയുള്ള ഒരാളെ ഇഷ്ടമായതുകൊണ്ട് അച്ഛന് പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഈ മുടി അച്ഛൻ ഒരുപാട് ടേക്ക് കെയർ ചെയ്ത് ഇപ്പൊ അമ്മയ്ക്ക് ഒരു മുടിയേ ഇല്ല. അങ്ങനെ വല്ലാതെ അച്ഛൻ വല്ലാതെ കൂടുതൽ ടേക്ക് കെയർ ചെയ്ത് മുടി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക. പിന്നെ ഞാൻ പറയില്ല, എന്റെ അമ്മ ലോകം കണ്ടത് അച്ഛൻ ത്രൂ ആണ്. അപ്പം അമ്മ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴോ എന്റെ ചേച്ചി സംസാരിക്കുമ്പോഴോ ഒക്കെ അമ്മയ്ക്ക് അത് കേട്ടിരിക്കാൻ പറ്റുന്നത് അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്ന് വന്നിട്ട് അമ്മയുടെ വീട്ടിൽ ആരും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഈ കല്യാണത്തെ കുറിച്ച് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. അതായത് ഒരു സിനിമയിലെ ശ്രീനിവാസൻ പറയുന്ന പോലെ ഒരു രക്തഹാരം അങ്ങോട്ടിട്ടു, ഒരു രക്തഹാരം ഇങ്ങോട്ടിട്ടു, ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. അത്രയും സിമ്പിൾ ആയിട്ട് ആ ഒരു കല്യാണത്തെ കൺസീവ് ചെയ്ത ഒരു അച്ഛനും അമ്മയും. എപ്പോഴും അപ്പൊ അച്ഛൻ അത് കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ അമ്മയുടെ കളിയാക്കി വരുന്നത്, അതായത് നീ വന്നപ്പോ നീ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ എന്നുള്ള. അമ്മ പറഞ്ഞു നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയായിരുന്നു. അപ്പോ അങ്ങനെ ഒരു കല്യാണമായിരുന്നു. അപ്പൊ ഇപ്പോഴും ഞാൻ അമ്മയോട് പറയുമ്പോ ഈ നമുക്ക് പാരമ്പര്യമായിട്ട് സാരിയൊക്കെ കൈമാറുക എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ട്. അമ്മയുടെ കല്യാണ സാരി അപ്പൊ എനിക്ക് അങ്ങനെ കൊടുക്കാൻ ഒരു കല്യാണ സാരി ഇല്ല. കാരണം അമ്മയുടെ ഒരു പോളിസ്റ്റർ സാരി പോലെ അങ്ങനെ എന്തോ ഒരു സാരി ആയിരുന്നു, ഒരു ഓയിൽ സാരി പോലെ എന്തോ ആയിരുന്നു. അപ്പൊ അങ്ങനെ ആ സെറ്റപ്പിലാണ്, അതായത് രക്തഹാരം അങ്ങോട്ടും പരിപ്പോടെയും ചായയായിരുന്നു തോന്നുന്നു അവരുടെ കല്യാണത്തിന് കൊടുത്തത്. ഈ പേര് നിഖില വിമൽ എന്നുള്ള പേരില് ഇപ്പം എല്ലാവരും വിചാരിക്കും നമ്മൾ അച്ഛന്റെ പേരിനാണ് കൂടെ ഇടുന്നതെന്നുള്ളത്. പക്ഷെ MR പവിത്രൻ എന്നാണ് അച്ഛന്റെ പേര്. ഈ വിമൽ എന്നുള്ള പേര് അമ്മ വിമലാദേവിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ നമ്മൾ കുറച്ചൊക്കെ കോമൺ ആയിട്ട് പേരിന്റെ അറ്റത്ത് നമ്മുടെ അമ്മയുടെ പേര് ചേർത്ത് വെക്കുന്നുണ്ട്. പക്ഷെ അത്രയും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ രണ്ട് പെൺകുട്ടികൾക്കും വിമല എന്നുള്ള പേര് തന്നെ ഇനിഷ്യലായിട്ട് ഇടാൻ അച്ഛൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അച്ഛൻ സംസാരിച്ചിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞത് അമ്മയുടെ പേരിൽ മക്കൾ അറിയപ്പെടട്ടെ എന്നുള്ളതായിരുന്നു അച്ഛൻ പറഞ്ഞത്. വേറെ കൂടുതലൊന്നും അതിനകത്ത് വലിയ ഡിസ്കഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അമ്മയോടുള്ള ഒരു സ്നേഹത്തിന്റെ പേരിലാണ്. അതില് അച്ഛൻ ഞാനിപ്പോ എല്ലാരോടും പറയും, നിങ്ങൾക്ക് കൂടുതൽ ഇപ്പൊ വളർന്ന ശേഷം ആൾക്കാർ പേരിന്റെ കൂടെ അമ്മയുടെ പേര് ചേർക്കുമ്പോ ഞാൻ പറയും എന്റെ അച്ഛൻ ഇതിന് മുന്നേ വിട്ടതാണ് എന്ന് പറയും. അച്ഛൻ അമ്മയുടെ പേരിൽ മക്കൾ അറിയപ്പെടട്ടെ എന്നുള്ളതായിരുന്നു അച്ഛൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അച്ഛന്റെ അമ്മയുടെയും റിലേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ ഭയങ്കര ചൂസിയാണ്, കുറച്ചും കൂടി കോൺഷ്യസ് ആണ്. അതായത് പണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്നു, കുട്ടികളായി കുറച്ചു കാലം അങ്ങനെ കഴിയുന്നു, മുതിർന്നു കഴിയുമ്പോൾ കൂടുതലും അച്ഛനും അമ്മയോ കണ്ടെത്തുന്ന ഒരാളെ നമ്മൾ വിവാഹം കഴിക്കുന്നു. ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ സർവൈവ് ചെയ്യുന്നു, ചിലർ സ്ട്രഗിൾ ചെയ്യുന്നു. ഓൾമോസ്റ്റ് അതൊരു ഹാപ്പി എൻഡിങ്, സോ കോൾഡ് ഹാപ്പി എൻഡിങ് ഫാമിലി ആയിട്ട് അത് പോകുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആളുകൾ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ അതൊരു പാർട്ട്ണർ ആവണം തന്നെ ഇല്ല, എന്തു ആയിക്കോട്ടെ, അതിനകത്ത് ഭയങ്കര, അതായത് ഇത് എൻ്റെ ഒരു ഇന്നർ സ്പേസിനെ, എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ എനിക്കിതൊരു മുറിവായിട്ട് മാറുമോ, അതിൻ്റെ ഒരു ഹീലിങ്ങിനെ കുറിച്ചും ആ ഒരു മുറിവിനെ കുറിച്ചും ഇതെനിക്ക് ശരിക്കും ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഇപ്പോഴത്തെ തലമുറ ഭയങ്കര കോൺഷ്യസ് ആണ് ഈ റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ. അപ്പോൾ ഒരു ചെറുപ്പക്കാരി എന്ന നിലയിൽ നിഖില എങ്ങനെയാണ് റിലേഷൻഷിപ്സിന് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്?
എൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കുറച്ച് അതാ പറഞ്ഞെ ഒരു എല്ലാവരുടെയും കാഴ്ചപ്പാടായിരിക്കില്ല അത്. ഞാനത് അങ്ങനെ ആരെയും ഫോളോ ചെയ്യാനും പറയുന്ന ഒരു കാര്യമല്ല. എന്നെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ പാരൻസും അവരുടെ പാരൻസും ഒക്കെ തന്നിട്ടുള്ള ഇഷ്ടംപോലെ ഇമോഷണൽ ബാഗേജുകൾ ഉള്ള ഒരാളാണ് നമ്മൾ. അപ്പം നമ്മൾ അറിയാതെ നമ്മളുടെ കൂടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളർന്നു വരുന്നുണ്ട്. നമ്മൾ വളരുന്നതിൻ്റെ കൂടെ നമ്മൾ അറിയാതെ ഇത് വളരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബേർഡനാണ്. നമ്മൾ ശരിക്കും ഇതിനെ ഹീൽ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്ത് നമ്മളൊരു പുതിയൊരാളെ ചൂസ് ചെയ്യുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കണ്ടേ. ഡെഫിനറ്റ് ആയിട്ടും പുതിയൊരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അയാളുടെ സ്പേസിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മൾ എവിടെയാണ് അയാളുടെ സ്പേസിനെ പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ. ഇപ്പം ഞാൻ എപ്പോഴും പറയും എല്ലാവരും മോശം ആൾക്കാരാണെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നമുക്ക് പറ്റിയ പാർട്ട്ണർ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഫ്രണ്ട് ആയിരിക്കില്ല എന്നുള്ളതായിരിക്കാം. അവര് വേറൊരാൾക്ക് ചിലപ്പോൾ നല്ലതായിരിക്കാം, വേറൊരാൾക്ക് ചിലപ്പം അവരെ കൊണ്ട് നല്ലത് സംഭവിച്ചേക്കാം. കെമിസ്ട്രിയിലാണ് പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് മോശമായിട്ടുള്ള ഒരാളെ ഞാൻ എല്ലാ കാലത്തും അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വന്നിട്ട് എനിക്കതൊരാൾ ഹാം ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഞാനൊരു മോശം വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ബേസിക്കലി അയാൾ എനിക്ക് പറ്റുന്നില്ല, നമ്മളുടെ ഒപ്പം ഉള്ള ഒരു ആൽക്കമി വർക്ക് ആവുന്നില്ല എന്ന് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾക്ക് ആരെയും ഇങ്ങനെ കണ്ട ഉടനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ അവർ നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കാം. പറഞ്ഞ പോലെ അവരുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയതായിരിക്കാം. അപ്പൊ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും ട്രയൽ ആൻഡ് എററിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ സംഭവിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു ട്രയൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുത്തിട്ട് അത് എററായി പോയതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം ഞാൻ. കാരണം നമ്മൾ അങ്ങനെയേ ലൈഫ് പഠിക്കുള്ളൂ. ഞാൻ ഇന്നലെ ഒരാളോട് പറയായിരുന്നു, നിങ്ങളോട് ഒരു പാത്രത്തിൽ പാലവിടെ വെച്ചിട്ട് ഇത് ചൂടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചൂട് എന്താന്ന് അറിയില്ല. പിന്നെ ഒരിക്കൽ ഞാനത് ചൂടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ചൂട് എന്താണ് എന്നുള്ളത്. അപ്പം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് എന്താ പറയാ ലൈഫിൽ അതെപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാലോ വേറൊരാളുടെ അഡ്വൈസ് കൊണ്ടോ ഒന്നും ചിലത് നമുക്ക് മാറിയെന്ന് വരില്ല. പക്ഷെ നമ്മളെ ഹീൽ ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് ആ സ്പേസിലേക്ക് പുതിയൊരാളെ കൊണ്ടുവരുമ്പോൾ അത് കറക്റ്റ് ചോയ്സ് ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളതുണ്ട്. എനിക്കൊന്ന് ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാരെല്ലാവരും കുറച്ചും കൂടെ അതില് ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര കോൺഷ്യസ് ആണ്. കാരണം അവർക്കറിയാം ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ജനറേഷൻ വരെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ഡിപ്രഷൻ്റെ കാര്യങ്ങളും ഈ പറയുന്ന അല്ലെങ്കിൽ ആൻസൈറ്റി എന്താന്നൊക്കെ ഒന്നും അറിയാത്തൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജനറേഷനിലേക്ക് മാറി. നമ്മുടെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവർക്ക് ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു, ഇതിനെ എങ്ങനെ ഹീൽ ചെയ്യണം എന്നൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലേ ഇത് നിങ്ങളുടെ ആൻസൈറ്റി ആണ് എന്ന് പറയുന്ന ഒരു സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ ആൻസൈറ്റി ആണെന്ന് തിരിച്ചറിയാൻ ഇത്രയും വർഷം എടുത്തു എന്ന് പറയുന്ന ഒരു സ്പേസ് നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിലേക്ക് തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും അത് ഫ്രണ്ട് ആണെങ്കിലും അതൊരു ഒരു വസ്തു ആണെങ്കിലും നമ്മളതിൽ വളരെ കോൺഷ്യസ് ആയി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ തെറ്റ് പറ്റിപ്പോയാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനകത്തുനിന്ന് പുറത്തു വരാന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിശ്വസിക്കുന്നു. അതെ. ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ഇത്രയും ചെറുപ്പക്കാരുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും നിഖില ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അല്ല, ട്രയൽ ആൻഡ് എറർ സ്പേസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ട്രയൽ ചെയ്യാൻ തന്നെ ഞാൻ ഈ കുറെ ആലോചിക്കും. അത് ട്രയൽ ചെയ്ത് അങ്ങനെ ഒക്കെയാണോ, അങ്ങനെയൊക്കെയാണോ. പിന്നെ എന്നെയൊക്കെ പ്രേമിക്കുക എന്ന് പറയുന്നതേ ഒരു വലിയ ടാസ്ക്കാണ്. അതെ, അത് എനിക്ക് വെറുതെ ഒരാൾ നിൽക്കുന്ന കണ്ടാൽ തന്നെ എനിക്ക് അതിനകത്ത് ഇങ്ങനെ ഞാൻ വിചാരിക്കും അത് അങ്ങനെ ശരിയാവില്ല, ഇത് എങ്ങനെ ശരിയാവില്ല, അത് അങ്ങനെ ശരിയാവില്ല, ഇന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ വരക്കാം. അതെ, എനിക്കതുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇംപ്രസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, കൺവിൻസ് ചെയ്യാൻ പാടാണ്. ഇംപ്രസ് ചെയ്യാന്ന് പറയുന്ന സ്പേസ് എനിക്കില്ല. എന്നെ അങ്ങനെ ഇംപ്രസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് അറിയാം, മനസ്സിലാവും പോലും. ഇത്രയും നാൾ ഇൻഡസ്ട്രിയിൽ സജീവമായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റൊമാൻറ്റിക് അപ്രോച്ചസോ ആരെങ്കിലും എന്തെങ്കിലും പ്രണയാഭ്യർത്ഥനകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവില്ലേ? അതോ അതിനുള്ള അറിയില്ല വന്നിട്ടുണ്ടോന്ന്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനൊരു മന്ദബുദ്ധിയാണ് ആ കാര്യത്തിൽ. ഒരു മണിക്കൂർ കഴിഞ്ഞ് ആരെങ്കിലും ഒക്കെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ അതായിരുന്നല്ലേ എന്ന് ചിന്തിക്കുള്ളൂ. ഞാൻ എപ്പോഴും ആൾക്കാരെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു സ്പേസിലല്ല സംസാരിക്കുകയോ ഇത് ചെയ്യുക. അപ്പം ഞാൻ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് കാണുമ്പം സംസാരിക്കുകയും പരിചയപ്പെടും, ഇടപെടുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് അല്ലെങ്കിൽ
ഒരു ക്രഷാണോ അത് അങ്ങനെ ഒരു ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു ക്രിഞ്ചാണ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, അതോ ആ ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയോട് തന്നെ ഒരു താല്പര്യം ഒരു പ്രണയം ബേസിക്കലി ക്രിഞ്ചാണ്. അതായത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമുക്കത് ക്രിഞ്ചായിട്ട് തോന്നാതിരിക്കുകയും വേറൊരാളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ക്രിഞ്ചായിട്ട് തോന്നുകയും ചെയ്യുന്ന ഒരു കാര്യം. കാണുമ്പോൾ മാത്രം വളരെ ഗ്ലാമർ. അല്ല, സിനിമയിൽ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ തന്നെ സ്വന്തം ലൈഫിൽ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരാൾ ബേബി എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. നിങ്ങൾ വേറൊരാളുടെ ലൈഫിൽ വേറൊരാൾ ബേബി എന്ന് വിളിക്കുമ്പോൾ അയ്യേ ബേബി എന്ന് പറയില്ലേ? അത് മറ്റൊരാളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നുകയും നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അത് നമ്മളുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രണയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ പ്രണയത്തെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ്, നമുക്ക് ഫ്രണ്ട്ഷിപ്സ്, അതായത് ഇപ്പോൾ നിഖില സ്കൂൾ പഠിച്ച കാലം തൊട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ക്യാമ്പസ് ലൈഫിലാണെങ്കിലും ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമൊക്കെ ആണെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഇൻഡസ്ട്രിക്ക് അകത്തും പുറത്തും ഒക്കെ ആയിട്ട്. ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഫ്രണ്ട്സ് ആണോ അതോ പുറത്തുള്ളവരായിട്ടാണോ കൂടുതലും കമ്മ്യൂണിക്കേഷനും കോണ്ടാക്ട്സ് ഒക്കെ ഇപ്പോൾ ഉള്ളത്? എങ്ങനെയുള്ള ആളുകളെയാണ് ഫ്രണ്ട്സ് ആയിട്ട് നിഖില ചൂസ് ചെയ്യുക? ഫ്രണ്ട്സ് ഇല്ലാത്ത ആളാണോ അതോ? ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള ആൾക്കാരും ഉണ്ട്, അകത്തുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ പറഞ്ഞാലും നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ വളർന്നു വരുന്ന കാലം മുതൽ നമ്മളുടെ അവസാനം വരെ നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാരാണ് എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. അല്ലാതെ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ റാൻഡം ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളൊരു സെറ്റിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ കോ വർക്കേഴ്സിനോട് ആരെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. പക്ഷെ നമുക്ക് പിന്നെ എപ്പോഴാണെങ്കിലും അവരെ കാണുമ്പം എവിടെ നിർത്തിയോ അവിടുന്ന് തുടങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകളാണ് എന്നെ സംബന്ധിച്ച് എനിക്കുള്ളത്. അല്ലാതെ എന്നോട് ഞാൻ ഒട്ടും അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ ഒട്ടും എന്താ പറയാ, ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്ന ഒരു ഫ്രണ്ടില്ല, അതാണ് ഞാൻ. അപ്പം ആ സ്പേസിലും നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരില്ലേ, അതെ, അങ്ങനെ നമ്മൾ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ചേച്ചി പ്രത്യേകിച്ച് നിങ്ങൾ രണ്ട് പെൺമക്കൾ ഒരു വീട്ടിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫ്രണ്ടും ഒരു മെന്ററും ഒക്കെ ആയിട്ടാണ് ചേച്ചി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ചേച്ചി സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. അപ്പോൾ ഒരു അച്ഛൻ നക്സലേറ്റ് ആയിരുന്നു, അമ്മ ഒരു ട്രഡീഷണൽ ആയ സ്ത്രീ. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലെ ഒരു മകൾ പെട്ടെന്നായിരിക്കില്ല കുറെ, കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഖില വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ ടാലന്റഡ് ആണ്. പുള്ളിക്കാരി തിയേറ്റർ ആർട്സിൽ JNU പഠിച്ചിറങ്ങിയതാണ്. അമേരിക്കയിൽ പോയി അതിൽ റിസർച്ചും ഫെലോഷിപ്പ് ഒക്കെ ചെയ്ത ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഒരു ആത്മീയ വഴി തെരഞ്ഞെടുത്തപ്പോ ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അത്രയും ഒരു സോൾമേറ്റ് എന്നുള്ള രീതിയിൽ എന്തായിരുന്നു അപ്പൊ തോന്നിയത്? ഇല്ല, ഞാനും എന്റെ ചേച്ചിയും ചെറുപ്പത്തിൽ എല്ലാ സിബ്ലിങ്സിനെ പോലെയായിരുന്നു. എനിക്ക് അവളെയും കണ്ടുകൂടായിരുന്നു, അവൾക്ക് എന്നെയും കണ്ടുകൂടായിരുന്നു. ഇതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയെന്നൊക്കെ വിചാരിക്കുന്ന അങ്ങനത്തെ അത്രയും ശത്രുതയിലായിരുന്നു. എനിക്ക് പണ്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള ചേച്ചിമാർ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ അവിടെ വരുന്ന എല്ലാ ചേച്ചിമാരുടെയും പേര് അതിൽ ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. അപ്പൊ ഇവളുടെ പേര് അതിലില്ല. അപ്പൊ ഇപ്പോഴും എൻ്റെ അടുത്ത് പറയും, നിനക്ക് ഇഷ്ടമുള്ള ചേച്ചിമാരുടെ ലിസ്റ്റിൽ പോലും ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയും. ഞങ്ങൾ തമ്മിൽ ഒരു പ്രായം കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു സൗഹൃദമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. കാരണം ചെറുപ്പത്തിൽ നമുക്ക് ഇവരോട് ഭയങ്കര ദേഷ്യമായിരിക്കും. നമ്മുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കും, അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കുക. അതങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് സ്പേസിലാണല്ലോ നമ്മളൊരു വീട്ടിൽ താമസിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് വന്നത്. ആ സമയത്ത് എനിക്ക് എന്താ പറയുക, എനിക്കൊരു ഷീൽഡ് പോലെയാണ് അവള്. ബേസിക്കലി എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഞാനത് കൊള്ളമാക്കി എന്ന് പറയുന്ന സ്പേസിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലും അത് സെറ്റാക്കി നന്നാക്കി തിരിച്ചു തരും എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ സന്യാസം സ്വീകരിച്ചു. അത് അവളുടെ ഒരു പ്രൊഫഷൻ പോലെ തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം അവൾ അതിൽ വളരെ ഇൻവെസ്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ബുക്കുകൾ എഴുതുന്നുണ്ടായിരുന്നു, അതിന് ശാസ്ത്രം പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചതിൻ്റെ ഇൻഫ്ലുവൻസിൽ ആ വഴി തിരഞ്ഞെടുത്ത ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചോയ്സസിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. ഒരാളുടെ ചോയ്സ് എന്താണോ ആ ചോയ്സ് അവർ എപ്പോഴും എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അവൾ അങ്ങനെ ഒരു ചോയ്സ് എടുത്തതിൽ സ്വാഭാവികമായിട്ടും
ഈ കല്യാണം കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു വിഷമം അല്ലാതെ എനിക്ക് വേറെ വിഷമമൊന്നും ആ കാര്യത്തിൽ എനിക്ക് പട്ടുസാരി ഒന്നും കല്യാണം എടുത്ത് കൂടാൻ പറ്റില്ല വിഷമം പട്ടുസാരി ഒന്നും എടുത്ത് ചേച്ചിയുടെ കല്യാണത്തിന് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വിഷമം ഉണ്ടാവില്ലേ, അതിൽ കവിഞ്ഞിട്ട് എനിക്കൊരു വിഷമം അതിനകത്ത് ഉണ്ടായിട്ടില്ല. ഒരു ഇൻഡിവിജ്വലിനെ അങ്ങനെ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും. അവൾ അങ്ങനെ ആയിരുന്നു. അവളുടെ ജീവിത രീതികളിലെല്ലാം അവൾ അങ്ങനെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരുന്ന ഒരാളല്ല. അങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നില്ല. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ അവളെ ചാർലി ചേച്ചി എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. ചാർലിയിലെ പുള്ളിനെ പോലെ ഇങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പൊ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, ഒരുപാട് പഠിക്കുന്ന, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു സ്പേസിൽ നിന്നിട്ട് അവൾക്ക് ഇത്രയും ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ഒരാൾ എടുക്കുന്ന ഒരു ചോയ്സ് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും അമ്മയ്ക്ക് ഇപ്പൊ ചെറിയൊരു വിഷമം ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ഇങ്ങനെ സന്യാസം എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ അവളെ കല്യാണം കഴിപ്പിച്ചു വിടാന്ന്? അപ്പൊ അമ്മ പറയും അതില്ല. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്താ എന്ന് ആ സ്പേസിലാണ്. കാരണം നമ്മളതിനെ അവൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അത് എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ജീവിതത്തിൽ പഠിച്ച് ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ ഞാനൊരു സിനിമാ നടിയാവണം, ഞാൻ ലോക പ്രശസ്ത ആവണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവളുടെ ആഗ്രഹമാണ്. അപ്പൊ ആ ആഗ്രഹത്തിന് ഒരിക്കലും വേണ്ടെന്ന് പറയാൻ നമുക്ക് തോന്നില്ലല്ലോ. ഇപ്പോൾ ഈ നമ്മുടെ ഒരാളുടെ ചോയ്സസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്പേസിൽ പലപ്പോഴും സംഭവിക്കാത്തൊരു കാര്യം അതാണ്, നമ്മൾ എടുക്കുന്ന ഒരു ചോയ്സിനെ റെസ്പെക്ട് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ പല ആൾക്കാരും വരാറില്ല. ഇപ്പോൾ നിഖിലയുടെ ഒരു നിലപാട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്, തളിപ്പറമ്പുകാരിയാണ്, തീർച്ചയായിട്ടും കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു ഈ തുറന്ന അഭിപ്രായങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു രാഷ്ട്രീയ ചായ്വ് കൃത്യമായി പ്രകടമാക്കുന്ന രീതിയിൽ ആളുകൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു എന്താണ് നിഖിലയുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്? എനിക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്ന പോലത്തെ ഒരു രാഷ്ട്രീയം മാത്രമല്ല. എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരിക്കണം എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കണം, അത് ഏത് കാര്യത്തിനാണെങ്കിലും. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് ഉണ്ടാവാം. അത് പറയുന്നതിൽ എന്താ എനിക്കറിയില്ല. അത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ട് അത് പറയാൻ പാടില്ല എന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യില്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന എന്താ പറയാ വികസനം വേണം, നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നാട്ടിൽ റോഡ് വേണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നിടത്ത് എനിക്ക് ഭയങ്കര ഒരു ലോജിക്കൽ ഇഷ്യൂ ഉണ്ട്. അതായത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും അത് തുറന്നു പറയാൻ പല ആളുകളും, പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ തുറന്ന് പറയാതിരിക്കുക എന്ന് പറയുന്നത് ആൾക്കാരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇലക്ഷന് മത്സരിക്കാനോ താല്പര്യമില്ല. എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമല്ല ഞാൻ പറയണത്. ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നതിൽ കവിഞ്ഞിട്ട് നിങ്ങളുടെ രാഷ്ട്രീയത്തിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പാർട്ടിയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്റെ ചോയ്സ് എന്താണോ അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ചോയ്സിനെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എന്റെ ചോയ്സിനെ ഈ പറയുന്നത് പോലെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞാൽ അല്ല. ഞാനായതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇന്നൊരു പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടല്ല സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാൻ എനിക്ക് അതിന് മാത്രം പാർട്ടി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. കാരണം എൻ്റെ അച്ഛനൊരു നെക്സലൈറ്റ് ആയിരുന്നു. അപ്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസിൽ നിന്ന് വരുന്നിടത്തുനിന്ന് എനിക്ക് അങ്ങനെ ഒരുപാട് ഇപ്പൊ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ ചേച്ചിയോടും അമ്മമ്മയോടും ഒക്കെ സംസാരിക്കുമ്പം എൻ്റെ അമ്മമ്മയ്ക്ക് വരെ രാഷ്ട്രീയമുണ്ട്. അവര് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്പേസിൽ നിന്ന് വരുമ്പോ എങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയം ഇല്ലാതിരിക്കുക? നമ്മുടെ നാട്ടിൽ പൊതുവെ സ്ത്രീകൾ രാഷ്ട്രീയം പറയുന്നതിലാണ് പ്രത്യേകിച്ചും ആളുകൾക്ക് ഒരു അസ്വസ്ഥത തോന്നുന്നത്. മാറി വരുന്നുണ്ട് ഇപ്പൊ പണ്ടത്തെക്കാളും. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ആൺ വിഷയമാണ് എന്ന്, സ്ത്രീകൾ ജസ്റ്റ് ഇലക്ഷന് വന്ന് വോട്ട് ചെയ്ത് പോയാൽ മതി, സ്ത്രീകൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നത് വരെ ചിലപ്പോൾ ആ വീട്ടിലെ പുരുഷനായിരിക്കും തീരുമാനിക്കുന്നത്. അതിൽ നിന്ന് ഒരുപാട് മാറി ഇപ്പോൾ നിഖില നേരത്തെ പറഞ്ഞ പോലെ ഞാനായിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ എന്താ പറയുക, ഒരു സാധാരണ ഒരു ഫിലിം ആക്ട്രസ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മുൻവിധി ഉണ്ടല്ലോ, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും. പക്ഷെ അതൊന്നുമില്ലാതെ വളരെ സിംപ്ലിസിറ്റിയിൽ വളരെ നോർമലായ ഒരു കോമൺ മാൻ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിക്കുമ്പോൾ മീൻ വാങ്ങാനായിട്ട് മീൻ ചന്തയിൽ പോകാനോ അല്ലെങ്കിൽ മാളിൽ പോകാനോ ഒന്നും ഒരു മടിയില്ല. പലപ്പോഴും ഊബർ വിളിച്ചിട്ടാണ് പല സ്ഥലങ്ങളിലും പോകാറുള്ളത്. അതെന്തുകൊണ്ടാണ് ആ ഒരു സിംപ്ലിസിറ്റി ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ ഈ ലൈം ലൈറ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻസ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലാണോ, അതോ അതൊരു ഫിലോസഫി
ഫിലോസഫി ഓഫ് ലൈഫ് ആണോ? സിംപ്ലിസിറ്റി ആണോ എനിക്കറിയില്ല. എനിക്ക് ഊബർ വിളിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുന്നത് സിംപ്ലിസിറ്റി അല്ല. അല്ല. ബസ്സിൽ പോകുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഊബർ വിളിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുന്നത് എന്റെ സിംപ്ലിസിറ്റി അല്ല. എനിക്ക് അതൊരു ഓപ്ഷനാണ്. ഇവിടെ ഈ നാട്ടിൽ നമുക്ക് സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്നത് പോലെ ഊബർ വിളിച്ച് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പോയി എൻ്റെ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ ഇപ്പം ഞാൻ ഇപ്പം മീൻ വാങ്ങുന്ന കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ സൈക്കിളിൽ മീൻ വരും. എന്നിട്ട് മീൻകാരൻ വന്നിട്ട് ഇന്ന മീനാണ് നല്ലതെന്ന് പറയും. അപ്പം നമുക്ക് ഈ മീൻ നോക്കി വാങ്ങണം, ഇല്ലെങ്കിൽ മോശമായി പോകും എന്നുള്ള പ്രത്യേകിച്ച് വേറെ ആരെങ്കിലും കണ്ണൂരുകാരുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. കാരണം നല്ല മീൻ കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് വിഷമമുള്ള ആൾക്കാരാണ്, നല്ല ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് നല്ലത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പം എനിക്ക് ആ സ്പേസ് ഇവിടെ എറണാകുളത്ത് മാസ്ക് ഇട്ട് പോകാൻ പറ്റും. നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയാം. അപ്പം അങ്ങനെ പോയാലും കുഴപ്പമില്ല, മാസ്ക് ഇട്ട് പോയാലും കുഴപ്പമില്ല, മാസ്ക് ഇടാതെ പോയാലും കുഴപ്പമില്ല. നമ്മളങ്ങനെ പോയി കഴിഞ്ഞാൽ ആരും നമ്മളോട് അതൊരു വലിയ കാര്യമായിട്ട് പറയില്ല. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ചെയ്യാനുള്ള എൻ്റെ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് പ്രിവിലേജ്ഡ് ആണ്. അങ്ങനെ മറ്റ് സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെ സഹായിക്കാൻ എന്നെ ആൾക്കാരില്ല. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ എനിക്ക് ചെയ്താണ് ശീലം. അപ്പം ഞാൻ അതുകൊണ്ട് ചെയ്യുന്നതാണ്. ചിലർക്ക് അതിന് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് സിനിമ ഇല്ലാതാവുക എന്ന് പറയുന്ന സ്പേസിനെ പറ്റിയിട്ടും ഞാൻ തിങ്ക് ചെയ്യാറുണ്ട്. അപ്പം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നാല്, അല്ലെങ്കിൽ സിനിമാ നടി ആയില്ലായിരുന്നുവെങ്കിൽ എന്തായി തീരാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? ഞാൻ വല്ല PSC ഒക്കെ എഴുതി വല്ല ചിലപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വല്ല ഗവൺമെന്റ് എന്തെങ്കിലും ജോലി. എനിക്കങ്ങനെ ആരും അറിയപ്പെടാത്ത ഒരാളാവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരിക്കലും അറിയപ്പെടുന്ന ആരും അറിയപ്പെടാത്ത ഒരാളാവണമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരാളായിരുന്നു. എനിക്ക് ക്രൗഡിന്റെ ഇടയിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും എനിക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യാൻ ഞാനത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം ആ സ്പേസിൽ നിന്നിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നെ ആരും തിരിച്ചറിയരുത്, അല്ലെങ്കിൽ വളരെ സാധാരണഗതിയിൽ ഒരു ജീവിതം എനിക്ക് നയിക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ ആഗ്രഹിച്ച ഒരാളായിട്ട് ഞാൻ സിനിമയിൽ വരുമ്പം എനിക്ക് ഇതും ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ നോർമൽ ലൈഫുണ്ട്. എനിക്ക് അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു നോർമൽ ലൈഫ് ഉണ്ട്. നമുക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ കാണുന്നതല്ലാത്തൊരു ലൈഫ് എല്ലാവർക്കും ഉണ്ട്. അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയും ഞങ്ങളതിൽ പ്രിവിലേജ്ഡും ആണ്. ഞങ്ങളതിൽ അങ്ങനെ ഒരു ലൈഫ് ഞങ്ങൾക്ക് ഉള്ളതിൽ ഞങ്ങൾ ബ്ലെസ്ഡും ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ പൊതുവെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന, ഇപ്പൊ കലൂർ അല്ലെങ്കിൽ എറണാകുളത്തുള്ള എല്ലാ ഫ്ലാറ്റിലും നിഖില തന്നെ ഈ അടുത്തിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ഫ്ലാറ്റിലും ഒരു നടിയുണ്ട്. അതായത് ഒരുപാട് പേർക്ക് ഇപ്പൊ സിനിമയിലേക്ക് വരണം എന്നുള്ളൊരു താല്പര്യം ഭയങ്കരമായിട്ട് കൂടി വന്നു. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വഴി ഫിലിം ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, അതിന്റെ ഒരു ഗ്ലാമർ ഭാഗം ആളുകളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ പുതിയ കുട്ടികൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും അവരുമായിട്ടുള്ള ഒരു കമ്പാനിയൻഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? എനിക്ക് പുതിയതായിട്ട് വന്ന ഒരുവിധം കുട്ടികളെ എല്ലാവരെയും അറിയാം. ഇപ്പൊ സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ആയിട്ടും എനിക്ക് നല്ല സൗഹൃദം ഉണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉപദേശിക്കണം എന്നുള്ള ആൾക്കാരല്ല. ഞാൻ പുതിയ ജനറേഷൻ ഓഫ് കുട്ടികൾ വേറൊരു തിരിച്ച് ഇങ്ങോട്ട് ഉപദേശിക്കാറുണ്ടോ? ഇങ്ങോട്ടുമില്ല. പൊതുവെ എൻ്റെ അടുത്ത് അങ്ങനെ ആരും ഉപദേശിക്കാൻ വരാറില്ല. എന്താണെന്ന് അറിയില്ല. പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടായിരിക്കാം. പക്ഷെ അങ്ങനെയില്ല. ഇപ്പൊ ചിലത് പണി കിട്ടുമ്പോ ഒക്കെ പറയും, വലുത് പണി കിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളേ പറഞ്ഞല്ലേ ചെയ്യണ്ട എന്നൊക്കെ പറയും. അല്ലാതെ അതിൽ കൂടുതൽ സ്പേസിൽ ഞാൻ അവർക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കേണ്ടതില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഞാൻ പറയാറുള്ളത്. ഞാനത് പറഞ്ഞതിന് എങ്ങനെയൊക്കെയോ വളച്ചൊടിച്ച് എങ്ങനെയൊക്കെയോ വാർത്തകൾ വന്നു, മറ്റേ കൂവി വിളിച്ചാൽ വരും, മറ്റേ ഇറങ്ങി വരും, അങ്ങനെയല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്കൊരു 3-4 സിനിമകൾ നിങ്ങളെ വിളിക്കുന്ന സ്പേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉണ്ടാവുക എന്നുള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള റെന്റ്, ഈ പറയുന്ന ചെലവുകൾ, അത്രയും കാലം നിങ്ങളതിൽ യൂസ്ഡ് അല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പ്രിപ്പയർ ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ നീ പറയുന്ന പോലെ ഇവിടെ ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാം, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരു കോർ സാധനത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവുക എന്നുള്ളത് മാത്രമേ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാറില്ല. ആരെങ്കിലും ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അതും പറയാറില്ല.
ഈ നിഖിലിനെ കുറിച്ച് പൊതുവേ അങ്ങനെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ് തഗ് മറുപടികളുടെ ആളാണ്. അതായത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് അറിയില്ല. അതായത് എല്ലാത്തിനും ഒരു തഗ് റിപ്ലൈ തരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞു പലപ്പോഴും പറയുന്നതിനെ വളച്ചൊടിച്ച് അങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഒരു ബൈറ്റ് മാത്രമായിട്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഒക്കെ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ചെയ്യാറുണ്ടോ? അതോ അത് എൻജോയ് ചെയ്യാണോ ചെയ്യുക? അതോ അതിനെ ഇഗ്നോർ ചെയ്യാണോ ചെയ്യാറുള്ളത്? മറ്റേ പണ്ട് നമ്മൾ പറയില്ലേ, ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടാവും, പിന്നെ പിന്നെ ശീലമായിക്കോളും. ശീലമായിക്കോളും. ആ ഒരു സ്പേസിലേക്ക് എത്തി. അതായത് ഇപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക എന്നുള്ളത് അറിയാം. അപ്പൊ അതിപ്പോ ഓൺലൈൻ സ്പേസിലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കാൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അവർക്ക് നമ്മൾ വെറും കണ്ടന്റ് മാത്രമാണെന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഈ പ്രോപ്പർ മീഡിയ സ്പേസിലുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ അതിനെപ്പറ്റി എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും വാർത്ത അവര് പറയുന്ന പോലെ അവരുടെ ഓൺലൈൻ ടീം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ തന്നെ ചാനലിലാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഉം, സ്ഥാപനങ്ങളിലാണെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളിൽ വിളിച്ചിട്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഈ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു ധാർമ്മികത ഉണ്ടായിരിക്കണം. ബേസിക്കലി ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജോലിയോട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രതിബദ്ധതയുണ്ട്, അത് കാണിക്കണം എന്നുള്ളത് സംസാരിക്കാറുണ്ട്. അല്ലാത്ത സ്പേസിൽ അതിനെ അങ്ങ് വെറുതെ വിടുക എന്നുള്ളത് കുറച്ച് ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു കണ്ടന്റും ഇല്ലാത്ത സമയത്ത് 3 ദിവസം നമ്മൾ കണ്ടന്റ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ കണ്ടന്റ് ആണ് നമ്മൾ, എത്രയേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും ആക്റ്റീവ് ആണോ? ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ചിലർ സോഷ്യൽ മീഡിയയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഐശ്വര്യലക്ഷ്മിയൊക്കെ സോഷ്യൽ മീഡിയയിൽ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ അതുപോലെ സോഷ്യൽ മീഡിയ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭയങ്കരമായി നമ്മളെ അങ്ങ് ഡോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് എനിക്ക് ഈ സ്പേസിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് വല്ലാതെ എന്നെ ഇമോഷണലി ടോർച്ചർ ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ എന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് റീൽസുകൾ കണ്ട് സമയം കളയുന്ന ഒരാളാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ആ പറയുന്ന ഒരു സ്പേസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതർവൈസ് നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, അത് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു സ്പേസിലുള്ള സാധനം. നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ആപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കളയാൻ പറ്റുന്ന സ്പേസിലിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് ബോധർ ചെയ്യാറില്ല. അല്ലെങ്കിൽ അത് എന്താ പറയാ, അത് നമ്മളെ കാർന്ന് തിന്നാണ്, അങ്ങനത്തെ ഒരു സ്പേസ് ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ച് എവിടെയാണെന്നുള്ളത് കൃത്യമായി ഡിസൈഡ് ചെയ്യും. ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നതേ ഉള്ളൂ. അത് എല്ലാവരുടെ കാര്യത്തിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. നിങ്ങളെ അത് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്ന സ്പേസിൽ നിങ്ങൾക്ക് ഇറങ്ങി വരാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ഇറങ്ങി വരാനുള്ള സ്പേസ് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സെഷനിൽ മല്ലിക സുകുമാരൻ വന്ന ഒരു സെഷനിൽ ഞാൻ മോഡറേറ്റ് ചെയ്തൊരു സെഷനിൽ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കാരവൻ കൾച്ചറിനെ കുറിച്ച്. അതായത് ഒരു സിനിമയിൽ ഏറ്റവും ഇപ്പൊ ഒരു ലീഡ് റോൾ ചെയ്യുന്ന ഒരു നായികയ്ക്ക് കാരവൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പോലും അതിൽ ജൂനിയർ ആയിട്ട് ചെറിയ റോൾ ചെയ്യുന്ന നായിക മീൻസ് ആർട്ടിസ്റ്റുമാർക്ക്, അതായത് ഫീമെയിൽ ആർട്ടിസ്റ്റുമാർക്ക് കാരവൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ബാത്റൂം പോകാൻ പോലും ഒരു സൗകര്യം പലപ്പോഴും പല സിറ്റുവേഷൻസിൽ ഉണ്ടാവാറില്ല. ഒരുപാട് വേറെ ഏതെങ്കിലും വീടുകളിലൊക്കെ പോകുന്നു. അങ്ങനത്തെ ഒരു 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 ക്ലാസ് കൾച്ചർ, ആ ഒരു വ്യത്യാസം ഇപ്പോഴും സിനിമയിൽ ഇപ്പൊ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയും ആളുകൾ അതിനെക്കുറിച്ച് അവെയർ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. എന്നാൽ പോലും ഇപ്പോഴും ആ ഒരു ഡിസ്പാരിറ്റി നിലനിൽക്കുന്നുണ്ട്. ഉണ്ട്. അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ കാരവൻ ആരെങ്കിലും ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബാത്റൂം ഫെസിലിറ്റി ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാറുണ്ട്. കാരണം എനിക്കതിനെ പറ്റി ബോധ്യമുണ്ട്. അതില്ലാതിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആര് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തോളൂ ഞാൻ പറയാറുണ്ട്. പക്ഷെ എല്ലായിടത്തും അതിനുള്ളൊരു സാധ്യത ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ ചില സ്പേസുകളിൽ നമുക്ക് കാരവൻ ഇടാനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ 2ൽ കൂടുതൽ കാരവൻ എടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. നമ്മുടെ സിനിമകളുടെ ബഡ്ജറ്റ് വെച്ചിട്ട് കാരവന് വേണ്ടിയിട്ടൊന്നും അത്രയും ചെലവാക്കുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ നമ്മുടേതെന്ന് പറയുന്നത് ചെറിയ ഇൻഡസ്ട്രിയാണ്, ചെറിയ മാർക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് എപ്പോഴും ഉണ്ടാവും. പക്ഷെ എല്ലാവരും കൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്പേസ് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്കും കുറെ കാര്യത്തിൽ കൺസിഡറേറ്റീവ് ആവാം എന്ന് വിചാരിക്കാം. അല്ലാതെ ഇപ്പൊ കാരവൻ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു 2 കാരവൻ 3 കാരവൻ എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾ വന്നു. ഇതിനപ്പുറത്തേക്കും ചിലപ്പം ഫ്യൂച്ചറിലേക്ക് മാറാം. അപ്പം ചിലയിടത്ത് ഒരു വീടാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീടിന്റെ സൗകര്യം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ദൂരെയാണ് കാരവൻ നിർത്തിയിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പേസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചിലതൊക്കെ നമുക്ക് ചോദിച്ചാലേ കിട്ടുള്ളൂ. അത് സിനിമയിൽ എപ്പോഴും ഉള്ളതാണ്. നമ്മൾ ചോദിച്ചാൽ നമുക്ക്
ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരെന്നെ ചിന്തിക്കും ഓക്കെ ഇവർക്കത് വേണ്ടതാണല്ലോ എന്ന്. അപ്പം അപ്പൊ ആ ചോദിക്കാനുള്ളൊരു മടി ഇപ്പോഴും നിലനിൽക്കുന്നു. എല്ലാവർക്കും ഉണ്ട്. അത് ബേസിക്കലി നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു സിനിമയിൽ ചോദിക്കാം എന്നുള്ളതിനെ പറ്റി ആൾക്കാർക്ക് അവയർനെസ് ഇല്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. ഈ പറയുന്ന പോലെ ചോദിച്ചു കഴിഞ്ഞാൽ പുറത്താക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ചോദിക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ ഈ പറയുന്നത് പോലെ IC ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഏറ്റവും ബേസിക് ആയിട്ട് ഒരു നല്ല റൂമും ഒരു നല്ല ബാത്റൂം ഫെസിലിറ്റിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും നിങ്ങൾക്ക് ചോദിക്കാം. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യവും നിങ്ങൾക്ക് ചോദിക്കാം. അതുവരെ ചോദിക്കാൻ പേടിയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പം നിങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്ന നമ്മൾ ചോദിച്ചപ്പോൾ കിട്ടിയില്ലെങ്കിലും നമ്മൾ ഫ്യൂച്ചറിലുള്ള ആൾക്കാർ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടെങ്കിലും നമുക്കത് നിങ്ങളത് തന്നില്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രതിഷേധിക്കാം. അതിനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിനെ യൂസ് ചെയ്യുക. അത് ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. പക്ഷെ എന്നാലും ഫ്യൂച്ചറിലേക്ക് അതിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു മാറ്റം ഉണ്ടാവും. എനിക്ക് മുന്നേ ഉള്ള ആൾക്കാർ ചോദിച്ചതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ ഒരു കാരവാനിൽ ഇരിക്കാൻ പറ്റുന്നത്. എനിക്ക് അപ്പുറത്തേക്ക് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയാൽ മാത്രമേ ഫ്യൂച്ചറിലേക്കുള്ള സിനിമയിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെ വർക്ക് സ്പേസിൽ എന്തെങ്കിലും ഒരു റൈറ്റ് ചോദിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലൊരു ഒരു ചാൻസ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു മോശം അനുഭവം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടില്ല. നമ്മള് സിനിമയിൽ ഞാൻ നായികയായിട്ടാണ് കൂടുതൽ, ഹീറോയിനായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി കുറച്ചുകൂടെ പ്രിവിലേജ്ഡ് ആണ്. അപ്പൊ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടും. അപ്പൊ ആ ഒരു സ്പേസ് ഉള്ളത് കൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റാറുണ്ട്. ഇപ്പത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് വേറൊരാൾക്ക് വേണ്ടി ചോദിച്ചാലും കിട്ടും എന്ന് പറയുന്ന ഒരു സ്പേസ് ഉള്ളപ്പോൾ ഞാൻ അത് ഉപയോഗിക്കാറുണ്ട്. അവർക്കത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കാൻ. കാരണം മിക്കവാറും സെറ്റുകളിൽ IC-യിൽ ആരെങ്കിലും പെൺകുട്ടികൾ വേണമെന്ന് പറയുമ്പോൾ മിക്കവാറും എന്നെയാണ് അതിനകത്ത് ഇടുക. അപ്പം IC-യിൽ ഒരു മെമ്പർ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഫിലിം പോളിസിയിലൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ കിട്ടുന്നില്ല എന്നറിയാവുന്നത് കൊണ്ട് സെറ്റിൽ പോയി കഴിഞ്ഞാൽ അവരതിൽ കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ ഉറപ്പ് വരുത്താൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഈ WCC ഒക്കെ വന്നതിന് ശേഷം, ഞാൻ WCC ഇഷ്യൂയിലേക്കല്ല പോകുന്നത്, പക്ഷെ അങ്ങനെ ഒരു ഇത് വന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവിടുത്തെ ആൺ സമൂഹം ഉൾപ്പെടെ കുറച്ചും കൂടി കോൺഷ്യസ് ആവുകയും ഒരു തരത്തിലൊരു അലേർട്ട്നെസ് ലെവല് കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സിനിമ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിലൊരു ക്ലൈമറ്റിനെ ഒന്ന് മാറ്റിയിട്ടുണ്ടോ? അതോ ഇപ്പോഴും ഈ പറയുന്ന എല്ലാം അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്ന? ഡെഫിനറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഇപ്പം IC വന്നതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴാണ് ഇത് കൊടുക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തിനെ പറ്റിയിട്ടും അവർക്ക് വരുള്ളൂ. അപ്പോഴാണ് അതിനകത്തൊരു ഡിസ്കഷൻ വരുള്ളൂ. അപ്പം അവരത് ചോദിക്കാനുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. ആ ഇനിഷ്യേറ്റീവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു. ആ ഇനിഷ്യേറ്റീവിനെ ഒരുപാട് ഡിസ്കഷൻസിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, ചിലത് അവരുടെ അവകാശങ്ങളാണ് എന്ന് ഇൻഡസ്ട്രി തിരിച്ചറിയുന്നു എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ അവർ കുറച്ച് ആൾക്കാർ ചോദിച്ചു. അതിന്റെ ഗുണം ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ഫ്യൂച്ചറിലേക്ക് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം സിനിമ തുടങ്ങിയ കാലം പോലെ അല്ല ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നതും സിനിമ എന്ന് പറയുന്നതും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരുപാട് പേര് ചോദിച്ചതിന്റെയും ഒരുപാട് ആൾക്കാർ ഫൈറ്റ് ചെയ്തതിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി WCC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കൊണ്ട് നമുക്കിവിടെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല, മുമ്പ് ഞാൻ ഇവിടെ ഒരു ഇന്റർവ്യൂവിൽ വായിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും പ്രണയത്തിലായിരുന്ന സമയത്ത് അച്ഛൻ എന്തോ അമ്മയെ അറിയാതെ ഒന്ന് തൊട്ടപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് അങ്ങനെ തൊടുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പിന്നെ അത് ഓക്കെ, അച്ഛൻ അത് സമ്മതിക്കുകയും കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടെ എന്ന് അച്ഛൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കൺസെന്റ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് ലൈഫിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ചും ഇന്റിമേറ്റ് സീൻസ് ഒക്കെ അഭിനയിക്കേണ്ടി വരുമ്പോൾ, ആ സ്ത്രീ കഥാപാത്രത്തെ കംഫർട്ടബിൾ ആക്കി തന്നെയാണോ ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസസിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് മറ്റൊരാൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്പേസസിലെല്ലാം എൻ്റെ കൺസെൻറ്റോട് കൂടി തന്നെയാണ് ഈ പറയുന്ന പോലെ ഇന്റിമേറ്റ് സീൻസ് ആണെങ്കിലും അത് നമ്മൾ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ടൊക്കെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പം നമുക്കത് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ഇന്റിമസി ഒരു സിനിമയിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ നമുക്ക് വർക്ക് ചെയ്യാതിരിക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ എടുക്കാറുണ്ട്. എനിക്കത് പറ്റില്ല, ഞാനതിൽ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ
ആ സിനിമകൾ ചെയ്യാതിരിക്കാറുണ്ട്. അല്ലാതെ ഇപ്പം ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് പിന്നെ ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നത് അവർക്കും എനിക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിലും നല്ലത് നമുക്കത് ചോയ്സ് ഉണ്ടല്ലോ എടുക്കാതിരിക്കാൻ. അപ്പൊ ആ ചോയ്സാണ് ഞാൻ കൂടുതലും എടുക്കാറുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ഞാൻ ആലോചിക്കും. പിന്നെ അതിൽ ഒരുപാട് സ്ട്രെസ്ഡ് ആവുകയും ചെയ്യും അങ്ങനെ ചെയ്തില്ലെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ എൻ്റെ ട്രയൽ ആൻഡ് എറേഴ്സിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഡിസ്കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക എന്ന് പറയുന്നത്. അത് ഇപ്പോഴും ആരെങ്കിലും ഫ്യൂച്ചറിൽ സിനിമയിലേക്ക് വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ അതാ പറയുന്നത്. നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളത് പറയുക. നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആരും പിടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ അത് ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ പരാതിപ്പെടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ തിരിച്ചറിയുക എന്ന് പറയുന്നതുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ അമ്മയുടെ മുടി കണ്ടിട്ടാണ് അച്ഛൻ വീണു പോയത് എന്നുള്ളത്. അപ്പോൾ അന്നത്തെ കാലത്ത് ശരിക്കും നീണ്ട മുടി ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ പെൺകുട്ടികൾ ഒരുപാട് മാറി. ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ നായികമാരുടെ അപ്പിയറൻസ് ഒക്കെ ഒരുപാട് മാറി. നിഖിലയുടെ കോൺസെപ്റ്റിൽ എന്താണ് ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഒരാളുടെ സൗന്ദര്യത്തെ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ സുന്ദരിയാണോ എന്നുള്ളത് എങ്ങനെയാണ് ഇതിനെ ജഡ്ജ് ചെയ്യുന്നത്? ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഇത് എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ പറയാൻ എനിക്കറിയാം. അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാണ് അവളുടെ അടുത്ത് ഇന്ന ആളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് ചിലപ്പം അതൊരു സൗന്ദര്യമായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. ബട്ട് സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പം ചിലർക്ക് ഈ പറയുന്നത് പോലെ എൻ്റെ അച്ഛനെ പോലെ നീണ്ട മുടിയുള്ള ആൾക്കാരായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഈ പറയുന്ന പോലെ കുറച്ച് കേളി ഹെയർ ഉള്ള ആൾക്കാരായിരിക്കും ഇഷ്ടം. കുറച്ച് തടിച്ച ആൾക്കാർ ഇഷ്ടമുള്ളവരുണ്ടാകും. അപ്പൊ എല്ലാവരെ സംബന്ധിച്ചും വേരി ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പൊ നമുക്ക് ഈ ബാഹ്യ സൗന്ദര്യത്തിനെ പറ്റി നമുക്ക് അത്രയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടിയാണ് ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടത്. അത് തിരിച്ചറിയുക. അത് ഓരോ ആൾക്കാരിലും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക, അവരെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ ആ സൗന്ദര്യത്തിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതേ ഉള്ളൂ. എനിക്ക് ബാഹ്യ സൗന്ദര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇപ്പൊ ഞാൻ സുന്ദരിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം, എന്നെ കാണാൻ ഭംഗിയില്ല അല്ലെങ്കിൽ വേറൊരാളെ കാണാനാണ് ഭംഗി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. ഓരോരുത്തരുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾ മാറിയും മറിഞ്ഞുമായിരിക്കും. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോ പുതിയൊരു സിനിമ ഇറങ്ങാൻ പോവുകയാണ്, പെണ്ണ് കേസ്. അത് പേരിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു വുമൺ സെൻട്രിക് ഫിലിം ആയിരിക്കും. അപ്പോൾ ആ ഒരു സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഉം, ഉം, അതൊരു വുമൻ സെൻട്രിക് സിനിമ എന്ന് പറയാൻ പാടുന്നു എന്ന് എനിക്കറിയില്ല. സമൂഹത്തിന് ഇപ്പൊ പറയുന്ന പോലെ ഒരു ഇൻസ്പിറേഷൻ ആവുന്ന തരത്തിലുള്ള സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സമൂഹത്തിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ആണ് ആ സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇത് കണ്ടിട്ട് സ്ത്രീകൾ മോട്ടിവേറ്റ് ചെയ്യപ്പെടുവോ അല്ലെങ്കിൽ അത് അവർക്കൊരു ഇൻസ്പയർ ചെയ്യുന്നതോ തരത്തിലുള്ള ഒരു സിനിമയല്ല. പക്ഷെ നമ്മൾ എല്ലാം അങ്ങനെ കണ്ട് ഇൻസ്പയർ ആവേണ്ട കാര്യങ്ങളും അല്ല, അങ്ങനെ അല്ലാത്ത കാര്യങ്ങളും ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് ഞാനുണ്ട്, ഹക്കീം ഷാജഹാൻ ഉണ്ട്, രമേശ് പിഷാരടി, അജു വർഗീസ്, അങ്ങനെ ഒരു വലിയ കാസ്റ്റ് ഉണ്ട് അതിൽ. ഫെബിൻ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സംവിധായകനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു യൂഷ്വൽ വുമൻ സെൻട്രിക് സിനിമ ആയിരുന്നില്ല അത്. അതുകൊണ്ടാണ് എനിക്കത് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്ന് തോന്നിയോണ്ടാണ് ഞാനത് ചെയ്തത്. അങ്ങനെ ഇൻസ്പയർ ചെയ്യാനോ അങ്ങനെ ഒരു പർപ്പസ് അങ്ങനത്തെ ഒരു പർപ്പസ് ആ സിനിമയ്ക്ക് ഇല്ല. പക്ഷെ അതൊരു ഡെഫിനറ്റ്ലി ഒരു വാച്ചബിൾ സിനിമയായിരിക്കും. ഈ ലോക സിനിമ ഇറങ്ങിയതിന് ശേഷം കേട്ടതാണ് ഡൊമിനിക് അരുണിന്റെ കൂടെ ഒരു ഫിലിം പ്ലാൻ ചെയ്തിരുന്നു എന്ന്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ലോകയിൽ പല നടിമാരും അവരെ അതിന് കാസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു കാസ്റ്റിംഗ് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, നിഖിലയാണോ അതിനകത്തേക്ക് ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. അത് വേറൊരു പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് ഇപ്പോഴും ഓൺ ദ വേ ആണോ? അത് സ്റ്റാർട്ട് ചെയ്യോ? മോസ്റ്റ്ലി ഉണ്ടാവും, പക്ഷെ അത് എങ്ങനെയാണ് വരണേന്നുള്ളത് അറിയില്ല. ഇപ്പൊ ഡൊമിനിക് കുറച്ചുകൂടെ വലിയ ഡയറക്ടർ ആയല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്പേസിൽ അതിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ആ പ്രോജക്റ്റ് ഉണ്ട്. അത് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ നിഖില ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലിപ്പോ ഏറ്റവും മെയിൻ ലീഡ് റോള് തന്നെ വേണം എന്ന് നിഖില വാശി പിടിക്കുന്നതായി തോന്നാറില്ല. കാരണം ഒരു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഏത് വേഷമാണെങ്കിലും നിഖില ചെയ്യാൻ റെഡിയാണ്. എനിക്ക് തോന്നുന്നു മറ്റ് പല നടിമാരും, എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും അതിന് തയ്യാറാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയാലും മതി, ഒരു ലീഡ് റോൾ തന്നെ വേണമെന്നില്ല. അങ്ങനെ ഒരു തോന്നലിലേക്ക് വരാൻ കാരണം എന്താണ്? ഇല്ല, നമുക്കെല്ലാം കിട്ടില്ല ഒരു സിനിമയിൽ. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ ചില ആൾക്കാരോട് വർക്ക് ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അതിപ്പോ ചെറിയ ചെറിയ സ്പേസ് ആയിരിക്കാം ആ സിനിമയിൽ നിന്നുണ്ടെങ്കിലും
ആ സിനിമയിൽ നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും എന്ന് തോന്നുന്ന സിനിമകളാണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ റാൻഡം ഗസ്റ്റ് റോൾ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പരിചയത്തിന്റെ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ ഇന്നത് എന്നുള്ളതില്ല. നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ മറ്റേ വലിയ കുറ്റങ്ങളൊന്നും പറയരുത് എന്ന് പറയുന്ന ഒരു സ്പേസിൽ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും വിചാരിക്കാതെ ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് അയ്യോ! ആ സിനിമയുടെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. ലോക്ക്ഡൗൺ സമയത്ത് പൃഥ്വിരാജ് ആ ബ്രോ ഡാഡി. ബ്രോ ഡാഡിയിലാണ് ചെയ്തത്. ബ്രോ ഡാഡി ലോക്ക്ഡൗണിന്റെ സമയമാണല്ലോ. സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നോന്ന് ചോദിച്ചപ്പോൾ ആ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്ത സിനിമയായിരുന്നു. അപ്പൊ അതില് സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറെ ഗസ്റ്റ് റോളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരെയും മറ്റേ കളിയാക്കുമ്പോൾ ഞാൻ മറ്റൊരു സൈഡിൽ രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിനോട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ അദ്ദേഹം ആക്ഷനും കട്ടും പറയുന്ന സ്പേസിൽ വർക്ക് ചെയ്തു എന്ന് പറയുന്നത് ഒരു സന്തോഷമാണ്. ഇപ്പോൾ ശരിക്കും ഒരു ഇതുവരെയുള്ള ഒരു സിനിമ ജീവിതം നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാല്, ജയറാം അല്ലെങ്കിൽ പൃഥ്വിരാജ്, ദിലീപ്, അങ്ങനെ ഒരു ഓൾമോസ്റ്റ് എല്ലാ നായകന്മാരുടെയും സിനിമയിൽ ഭാഗമാവാൻ നിഖിലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്കൊരു സിനിമയിൽ കിട്ടണമെന്നില്ല എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞു. എങ്ങനെയുള്ള ഒരു സിനിമയാണ് ശരിക്കും നിഖിലയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ളത്? ഇല്ല, സിനിമ ചെയ്യുക എന്ന് പറയുന്നതാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. നമുക്ക് പറ്റുന്നിടത്തോളം സിനിമകൾ ചെയ്യുക, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് എൻ്റെ ഡ്രീം. അങ്ങനെ ഇന്ന തരം സിനിമകൾ ചെയ്യണം അല്ലേ അങ്ങനെ പറയാൻ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കില്ല, നമ്മൾ ഇതുപോലെ ഇനിയൊരു ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടാവാൻ. അല്ലാത്ത പക്ഷം ഞാൻ അത്രയും സിനിമകൾ ചെയ്തിട്ടില്ല, അത്രയും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ഏതുതരം സിനിമകളും ഏതുതരം കഥാപാത്രങ്ങളും ചെയ്യാൻ എനിക്കിഷ്ടമാണ്. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തും ചെയ്യാൻ എനിക്കിഷ്ടമാണെന്ന് പറയുന്നതാണ്. ഒരു സിനിമയുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എത്ര നാൾ കൂടി ഇൻഡസ്ട്രിയിൽ നിൽക്കാനാണ് ഒന്ന് പ്ലാൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ അതൊരു ഫ്യൂച്ചർ എന്തെങ്കിലും ലൈഫിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുന്നതാണ്. എനിക്ക് പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണോ? അങ്ങനെ ഒരു പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടോ? പ്ലാൻ ചെയ്തതൊന്നും ജീവിതത്തിൽ നടക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല. ഒരു ട്രിപ്പ് പോലും ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്ത് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാത്ത ഒരാളായതുകൊണ്ട് ആ ഫ്ലോയിൽ എങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. സിനിമയിൽ നിൽക്കണം എന്ന് തന്നെ അതൊരു ആഗ്രഹമാണ്. അത് ആ ആഗ്രഹത്തിന്റെ പുറത്ത് സംഭവിക്കും എന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ വാഴ സിനിമ ചെയ്തപ്പോൾ ഇപ്പൊ മലയാളം മാത്രമല്ല മറ്റ് ഇൻഡസ്ട്രിയിലെല്ലാം വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ മലയാള സിനിമയിൽ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനോട് കാണിക്കുന്ന ഒരു അപ്രോച്ചും മറ്റ് ഇൻഡസ്ട്രിയിൽ കാണിക്കുന്ന ഒരു അപ്രോച്ചും തമ്മിലുള്ള വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ? അതോ എവിടെയാണ് ശരിക്കും സ്ത്രീക്ക് ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ അവസരം കിട്ടുന്നത്? ഡിഗ്നിറ്റി വൈസ് ആലോചിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ വല്ലാതെ റെസ്പെക്ട് ചെയ്യും. മറ്റ് ഇൻഡസ്ട്രികളിൽ നിങ്ങളൊരു മെയിൻ ഹീറോയിനായിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റും അങ്ങനത്തെ ഒരു ഡിഗ്നിഫൈഡ് സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇവിടെ കുറച്ചും കൂടെ നിങ്ങളെ കുറച്ചുകൂടെ ഒരു നോർമൽ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതായത് നിങ്ങൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. എനിക്ക് കുറച്ചുകൂടെ ഇതാണ് കംഫർട്ടബിൾ. എനിക്ക് ഭയങ്കര ഓവർ റെസ്പെക്ട് എനിക്ക് കുറച്ച് പ്രശ്നം, അതെനിക്ക് എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് ഉള്ള പ്രശ്നമുണ്ട്. അപ്പോൾ കാരണം നമ്മൾ വെറുതെ പോകുന്ന ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാം 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 അങ്ങനെ വിളിക്കും. അപ്പോൾ എനിക്കത് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയാം എൻ്റെ പേര് വിളിച്ചാൽ മതി, എന്നെ മാം എന്ന് വിളിക്കേണ്ട, ഞാൻ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല എന്നുള്ളൊരു ഫീൽ എനിക്കുള്ളതുകൊണ്ട്. പക്ഷെ ഒരു ഭയങ്കര റെസ്പെക്റ്റും ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സ്പേസും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റ് ഇൻഡസ്ട്രികൾ ആക്ച്വലി നല്ലതാണ്. അവർ നിങ്ങളെ നന്നായി റെസ്പെക്ട് ചെയ്യും എന്നുള്ള സ്പേസിൽ കുറേ കൂടെ ബെറ്റർ പേയും ഒക്കെ അവിടെ തന്നെയാണ്. പക്ഷെ നമ്മളുടെ നാട്, നമ്മളുടെ കൾച്ചർ, നമ്മളുടെ സിനിമ എന്ന് പറയുന്നതുകൊണ്ടുള്ള ഒരു സ്നേഹം കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് കുറേ കൂടെ ഇഷ്ടം അതാണ്. പിന്നെ തമിഴ് ഇൻഡസ്ട്രിയും കുറേ കൂടെ സിമിലർ ആണ് നമ്മളുടെ വർക്കുമായിട്ട്. അപ്പം എനിക്ക് കംഫർട്ടബിൾ ആണ്. ഇപ്പൊ നമ്മള് ലോക പോലെ വളരെ ഫീമെയിൽ സെൻട്രിക് ആയ അല്ലെങ്കിൽ ഒരു ലീഡ് റോളിൽ ഒരു സ്ത്രീ കഥാപാത്രം വരുന്ന സിനിമകൾ ഒരു വശത്ത് ഉണ്ടാവുമ്പോൾ തന്നെ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് പോലെ സ്ത്രീകൾക്ക് യാതൊരു പ്രാതിനിധ്യവും ഇല്ലാതെയും സിനിമകൾ ഇപ്പോ ആൺ സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സിൽ സ്ത്രീകളുണ്ട്, ഹീറോയിൻസ് എന്നാണ് പറയുന്നത്. ഹീറോയിൻ കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതൊരു ഹീറോയിൻ കോൺസെപ്റ്റ് ഉള്ള ഒരു സിനിമ അല്ലല്ലോ ബേസിക്കലി. അല്ല, സ്ത്രീകൾക്ക് ഒരു ലീഡ് റോളിൽ വരുമ്പോൾ ഒരു ഒബ്ജക്ടിഫിക്കേഷൻ ചില സിനിമകളിലെങ്കിലും സംഭവിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? വെറുതെ ഒരു നായകന്റെ കൂടെ ഒരാൾ ഒരു
ഷാഡോ പോലെ അതുണ്ട്. അങ്ങനത്തെ റോളുകളുണ്ട്. അതിപ്പം നമ്മളോടല്ല ചോദിക്കേണ്ടത്. അത് ശരിക്കും തിരക്കഥാകൃത്തുക്കളോടും സംവിധായകരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ സ്ത്രീകളെ കൺസിഡർ ചെയ്യാൻ പറ്റാത്തത് എന്ന് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പം നമുക്ക് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നല്ല സിനിമകൾ ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് വരുന്നതിൽ ഈ പറഞ്ഞ പോലെ എന്താണ് അതിനകത്ത് പ്രൊമിനൻസ് ഉള്ള പ്രൊമിനൻസ് എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഞങ്ങൾ എടുക്കുന്നത്. മറ്റത് എഴുതിയാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നല്ല എഴുത്തുകാർ വരിക, നല്ല സംവിധായകർ വരിക എന്ന് പറയുന്ന സ്പേസാണ്. മറ്റത് ഇപ്പം അങ്ങനെ അല്ലാത്ത സിനിമകളിൽ നമുക്ക് പോയിട്ട് എന്താ പറയാ, ഇതിനകത്ത് എവിടെയാണ് ഒരു ഹീറോയിനെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞുമൽ ബോയ്സിൽ എനിക്ക് സത്യമായിട്ടും അറിയില്ല എവിടെയാണ് ഒരു ഹീറോയിനെ പ്ലേസ് ചെയ്യേണ്ടതെന്ന്. കാരണം അത് നടന്നൊരു സംഭവമാണ്. ആ നടന്ന സാഹചര്യത്തിൽ അതിൽ അമ്മമാരുടെ കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഡെഫിനറ്റ് ആയിട്ടും അവര് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ പെർഫോം ചെയ്തിരിക്കുന്നതിനെ നമ്മൾ താഴ്ത്തി പറയുന്ന പോലത്തെ ഒരു സ്പേസ് ആണല്ലോ നമ്മൾ അതിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി അങ്ങനത്തെ സിനിമകളിൽ ഒരു ഹീറോയിന് സ്പേസ് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിപ്പോ എസ്പെഷ്യലി മഞ്ഞുമൽ ബോയ്സിൽ എനിക്ക് അറിയില്ല അതിനകത്ത് എവിടെയാണ് എനിക്ക് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. മറ്റത് അങ്ങനെയുള്ള സിനിമകൾ കുറവാണ്. ബിക്കോസ് നല്ല എഴുത്തുകാരും നല്ല സംവിധായകരും അതിനെ കുറച്ചുകൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ പറഞ്ഞാൽ അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് ചിലപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാവോ എനിക്കറിയില്ല. വേണ്ടെന്ന് വെച്ചതിന്റെ പേരിൽ പിന്നീട് റിഗ്രറ്റ് തോന്നിയ ഏതെങ്കിലും സിനിമകളുണ്ടോ? ഇല്ല, ഒരു സിനിമയ്ക്കും അങ്ങനെ റിഗ്രറ്റ് തോന്നിയിട്ടില്ല. തോന്നിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് റിഗ്രറ്റ് തോന്നാറില്ല. ചിലപ്പോൾ നമ്മളെക്കാട്ടിലും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് റിഗ്രറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തത് എന്നുള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ ചെയ്യാത്തത്. അതുകൊണ്ട് അങ്ങനെ വലിയ റിഗ്രറ്റ് ഒന്നും തോന്നാറില്ല. ഇപ്പൊ നേരത്തെ സഹോദരിയായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് സ്പേസിലാണ് നമ്മൾ ചെറുപ്പത്തിൽ വളരുന്നത് എന്ന് പറഞ്ഞു എല്ലാ വീടുകളിലും. അപ്പോൾ ഇപ്പോൾ കൂടെ അഭിനയിക്കുന്ന നടിമാരുടെ കാര്യത്തിലും അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നതായി തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറില്ല. എല്ലാവർക്കും അവസരങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന തരം സിനിമകളായിരിക്കില്ല ചിലപ്പോൾ ഐശ്വര്യ ലക്ഷ്മി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന തരം സിനിമകൾ ചെയ്യുന്ന സ്പേസിൽ എനിക്ക് ഇപ്പൊ എന്റെ ഡേറ്റ് ചിലപ്പോൾ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അപർണ ബാലമുരളിയുടെ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എന്നെ വിളിക്കാം. എനിക്കില്ലാത്ത ഡേറ്റിൽ ചിലപ്പോൾ അപർണ ബാലമുരളിനെ വിളിക്കാം. അങ്ങനത്തെ സിനിമകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് സ്പേസ് എന്നുള്ളതില്ല. എല്ലാവർക്കും സിനിമകൾ സംഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാൾ ഞാൻ. എല്ലാവർക്കും നല്ല നല്ല സിനിമകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രി വളരുള്ളൂ. നമുക്ക് അപ്പുറത്തേക്കുമുള്ള ജനറേഷനും സിനിമകൾ ഉണ്ടാവുന്നിടത്താണ് ഇൻഡസ്ട്രി നന്നാവുക എന്ന് പറയുന്ന സ്പേസ് അല്ലേ അത്. അപ്പൊ എല്ലാവർക്കും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഒപ്പം നിഖിലയ്ക്കും നല്ല സിനിമകൾ, നിഖില ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് ചെറിയൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നിഖിലയോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ. ഹലോ, നേരത്തെ ഐസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഫിലിം പോളിസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം അറിയില്ല, പൊതുവെ ഫീമെയിൽ ആക്ടേഴ്സിന് വരുമ്പോഴും പേഴ്സണൽ ലൈഫിലോട്ടാണല്ലോ കൂടുതൽ ചോദ്യങ്ങൾ പോവുക. അപ്പോൾ ആ ഒരു ആസ്പെക്ട് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഫിലിം പോളിസിനെ പറ്റി? അതെ അതെ അതെ. ഫിലിം പോളിസി ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ട് സിനിമയിൽ ഒരു പോളിസി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി അല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ സിനിമയിലുള്ള പല ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. ഇപ്പൊ പല പല ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് പല പല ആവശ്യങ്ങളാണ്. അതിൽ നമ്മൾ പോളിസിയുടെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുക, അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഗവൺമെന്റും ഇൻഡസ്ട്രിയും ചേർന്ന് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളതിന്റെ കമ്മിറ്റി മെമ്പേഴ്സാണ്. അപ്പൊ നമ്മൾ ഇവരെ കേൾക്കുക. ഈ പറയുന്ന നമുക്ക് ലാസ്റ്റ് ഒരു കോൺക്ലേവ് നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പൊ അതിന്റെ ഒരു ഫൈനൽ ഇതെന്ന് പറയുന്നത്. ഇനി കോൺക്ലേവിന്റെ മൊത്തത്തിലുള്ളൊരു അതിനൊക്കെ സമ്മറൈസ് ചെയ്തിട്ട് നമ്മളൊരു പോളിസി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആദ്യം ഷാജി സാർ ആയിരുന്നു അതിന്റെ ഇതുണ്ടായിരുന്നു. അപ്പം ഷാജി സാർ മരിച്ചുപോയപ്പം കുറച്ച് ഡിലേ വന്നു. പിന്നെ ഈ കോൺക്ലേവും കൂടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിന്റെ ഒരു ഫൈനൽ ഇതിലേക്ക് എത്തും ഉടനെ എന്ന് വിശ്വസിക്കുന്നു. അതങ്ങനെ പോളിസിയുടെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ സിനിമയിൽ മാറ്റങ്ങളായിട്ട് സംഭവിക്കും എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു. നമസ്കാരമുണ്ട്, എൻ്റെ പേര് ജുബിൻ. ഒരു ചെറിയൊരു കാര്യമാണ്. എന്തെങ്കിലും കോൺവെർസേഷനിൽ സംസാരിച്ചപ്പോൾ ആദ്യം സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ജനറേഷനിലുള്ളവരുടെയൊക്കെ വീടുകളിൽ നിന്ന് റിലേഷൻഷിപ്സിൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്ന ചില ബാഗേജുകളുണ്ട്. അതിനുശേഷം രണ്ടാമത് പറഞ്ഞു നല്ല സോഷ്യൽ ആൻസൈറ്റി ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു. ഇന്നിപ്പോൾ കുറേയും കൂടെ മനുഷ്യരുടെ നടുവിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ക്രൗഡിനെ കണ്ടാൽ അറിയാം, നിൽക്കുന്ന ഇടത്ത് ഒരുപാട് പ്രിയപ്പെട്ട ഒരാളായിട്ട് നിൽക്കുമ്പോൾ
കുറേ കൂടെ ആളുകളെ മനസ്സിലാക്കാനും നമ്മൾ കുറേ കൂടെ മനസ്സിലാക്കപ്പെടാനും നമ്മൾ അറിയാതെ ക്യാരി ചെയ്യുന്ന ആ ഇമോഷണൽ ബാഗേജസ് നമ്മളെ സഹായിക്കുന്നുണ്ടോ? എന്നെ സഹായിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരു 5 വർഷം മുന്നേ ചിന്തിച്ചിരുന്ന പോലെയല്ല ഞാനിപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ചിന്തിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ പറയുന്നത് ഇപ്പം എനിക്ക് ബേസിക്കലി സോഷ്യൽ ആൻസൈറ്റി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോൾ വളരെയധികം പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരാളാണ്. ഞാൻ ഇത്ര ആൾക്കാരെ ഞാൻ കാണും, ഇത്ര മണിക്കൂർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു. കാരണം എനിക്ക് അത്രയും സമയം നമ്മൾ വളരെ പ്ലസന്റ് ആയിരിക്കണം എന്ന് വളരെയധികം പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആ പ്രിപ്പറേഷന്റെ സമയം കുറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് കുറെ മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചു. പിന്നെ ഈ പറയുന്നത് പോലെ എല്ലാവരും ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു സ്പേസിൽ നിൽക്കുമ്പോഴും എനിക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചു. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവരെ അപ്രിഷിയേറ്റ് ചെയ്യാനും അവരെൻ്റെ ലൈഫിലുള്ളതിൽ ഞാൻ വളരെ ഹാപ്പി ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ലൈഫിൽ ഉണ്ടെന്നുള്ളതിൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആണെന്ന് വിചാരിക്കാനും പഠിച്ചു. ഇതിനു മുന്നേ ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടായിരുന്നില്ല ആൾക്കാർക്ക്. ഇപ്പം എൻ്റെ ലൈഫിൽ വളരെ 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 ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ അവരെപ്പോഴും അവരെങ്ങനെയാണോ എന്നെ ട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ അവരെ തിരിച്ച് ട്രീറ്റ് ചെയ്യാനും അവരെ കൂടെ ചേർത്ത് നിർത്താനും ഒക്കെ എനിക്ക് പറ്റിയത് ഈ പറയുന്ന വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റമാണ്. പണ്ട് ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പം അത് എന്താ പറയാ, ഞാൻ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കായിരുന്നു. അവർ നമ്മുടെ ആൾക്കാരിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് ഞാൻ എടുക്കുമായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ അത് ഈ പറയുന്ന എൻ്റെ ജനറേഷണൽ ട്രോമയാണെന്ന് തിരിച്ചറിയാൻ ഉള്ളൊരു സെൻസ് ഉണ്ടായി എന്ന് പറയുന്നതും സംഭവിച്ചൊരു മാറ്റമാണ്. അത് മറ്റേത് പണ്ട് നമുക്കറിയാം, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്ത് നിന്ന് പല ആൾക്കാരും ഇപ്പൊ നമ്മളെ പറ്റി ഒരാളൊരു നെഗറ്റീവായിട്ടൊരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാലും അയാൾ എന്തുകൊണ്ട് അയാൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പറയുന്നതായിരിക്കാം, അത് ചിലപ്പോൾ അങ്ങോട്ട് വിട്ടുകളയാം എന്നൊരു സ്പേസിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. മറ്റേത് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുമല്ലോ നമുക്ക്, ആദ്യം എന്തിനാണ് നമ്മളെ പറ്റി എന്തറിഞ്ഞിട്ടാണ് എന്നൊക്കെ. ഇപ്പോഴും ഞാൻ പറയുന്നത്, എന്നെ പറ്റി ആർക്കും എനിക്കറിയാവുന്നതുപോലെ എന്നെ വേറെ ഒരാൾക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്നതുപോലെ ഒരു സോഷ്യൽ സ്പേസിലുള്ള ആൾക്കാർക്ക് എന്നെ അറിയില്ല. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാനൊരു ഭയങ്കര നല്ല കുട്ടി എന്ന് പറയുന്ന ഒരു സ്പേസിൽ എന്നെ കൺസിഡർ ചെയ്യരുത്. കാരണം ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത്ര നല്ലതായിരിക്കണം എന്നില്ല, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്ര മോശമായിരിക്കണം എന്നില്ല എന്ന് പറയുന്നൊരു സ്പേസിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ മറ്റൊരാൾ നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ജനറേഷണൽ ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സോ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കാൻ തുടങ്ങിയെന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം മോശം അനുഭവങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല കേട്ടോ. കാര്യം നമ്മുടെ ആ ബാഗേജിനകത്ത് നല്ലതുണ്ട്, കുഴപ്പമില്ലാത്തതുണ്ട്, അത്ര പോരാത്തതുണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നിഖിലേക്ക് ഭയങ്കര ഓർഗാനിക് ആയിട്ട് സംസാരിക്കാനും പിന്നെ ഇങ്ങനെ ഉള്ളുകൊണ്ട് സംസാരിക്കാൻ കുറെ സഹായിക്കുന്നത് ക്യാരി ചെയ്യുന്ന തരം ചില ഇമോഷൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. താങ്ക് യു. ഹായ്, എനിക്ക് ചോദിക്കാനുള്ളത്, മാരി സെൽവരാജിനെ പോലെ അത്രയും ഭയങ്കര ഒരു വലിയ ഡയറക്ടറിന്റെ കൂടെ അഭിനയിച്ച ഒരു അവസരം കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഇപ്പോൾ റീസെന്റ് ബൈസൺ മൂവിയിലാണെങ്കിലും ഒരുപാട് മലയാളി നടികളെ കൊണ്ടുപോയിട്ട് ടാൻ ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ ടാൻ ചെയ്തിട്ട് പിന്നെ അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ തമിഴ് ഇൻഡസ്ട്രീസിൽ അവിടെ ഒരുപാട് നല്ല സ്ത്രീകളുണ്ട്, ലൈക്ക് ഒരുപാട് കഴിവുള്ള, അവർക്ക് ഒരു അവസരം കിട്ടാതെ ഇവിടുന്ന് ഒരുപാട് നടികളെ കൊണ്ടുപോയി ടാൻ ചെയ്യിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനോട് അതിന്റെ ഒരു ടാൻ ചെയ്യിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയോട് പറയാൻ. ഡാൻസ് ചെയ്യിപ്പിക്കുന്നതാണോ ടാൻ ചെയ്യിപ്പിക്കുന്നത്? ഓക്കെ. മൂപ്പര് അതിനെന്താ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, അത് അയാളുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ. അതിനകത്തുനിന്ന് ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാനിവിടെ ചോദിച്ചത് മാമിന്റെ ഒരു അഭിപ്രായമാണ്, ലൈക്ക് അല്ലാണ്ട് ലൈക്ക് ഒരു ഡയറക്ടർ കൊണ്ടുവന്നല്ല. ഇപ്പൊ ഞാൻ ചെയ്ത വാഴയില് ആ പയ്യന്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ച കുട്ടി തമിഴ് പെൺകുട്ടിയാണ്. അവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരു തമിഴ് പെൺകുട്ടിയാണ്. അപ്പം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പുള്ളി ആ കുട്ടീനെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ അതെന്തുകൊണ്ട് വേറൊരാളെ സെലക്ട് ചെയ്തില്ല എന്ന് നമ്മൾ ചോദിക്കുന്നില്ലല്ലോ. അത് ഡെഫിനറ്റ് ആയിട്ടും ആ കുട്ടി ചെയ്തു. ആ കുട്ടി അതിനുള്ള അപ്രിസിയേഷൻ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടതുപോലെ ആ കുട്ടിയുടെ ക്യാരക്ടറും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആ കുട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്പേസുകളെ പറ്റി ചിന്തിക്കുമ്പോൾ
എനിക്ക് അറിഞ്ഞൂടാ ഇപ്പം ഇവിടെ ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ പുറത്തുനിന്ന് മറ്റ് ഭാഷകളിൽ നിന്ന് നടിമാര് വരുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നില്ലേ? നമുക്ക് അവർ വരുന്നു ഇപ്പൊ നമ്മൾ ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് പാൻ ഇന്ത്യൻ ലെവൽ ഓഫ് ആക്ടേഴ്സ് വരണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കുന്നത് പോലെ തന്നെ നമ്മൾ അവിടെ പോകുമ്പോഴും അതിനെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മളെ ടാൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പുള്ളിയുടെ മനസ്സിൽ, ഒരു ഡയറക്ടറിന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും അവരുടെ നായിക ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടി ഇപ്പൊ ഒരാൾ അത് ചെയ്യാൻ റെഡി ആയതുകൊണ്ടാണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് എന്ന് പുള്ളി പറയുന്നുണ്ട്. മറ്റുള്ളവർ ഇപ്പം എനിക്കറിയാവുന്നിടത്തോളം നമ്മൾ ഇതുപോലെ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈസൺലിക്ക് രജിഷയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അതൊരു സിസ്റ്റർ റോൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തമിഴ് ആക്ടേഴ്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് എല്ലാ സിനിമകളിലും ചിലപ്പം അവരുടെ ആഗ്രഹിക്കുന്നത് പോലത്തെ മുഖങ്ങൾ കിട്ടണം എന്നില്ല. അപ്പൊ അദ്ദേഹത്തെ അന്വേഷിച്ചതുപോലത്തെ മുഖങ്ങൾ ചിലപ്പോൾ ഇവിടെ സിമിലർ ആയിട്ട് കിട്ടി, അവരതിനു വേണ്ടി വർക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ട് കൺസിഡർ ചെയ്തതായിരിക്കണം. ടാൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് എനിക്ക് അതിനെ പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ഇപ്പം നമുക്ക് വേണ്ടി ഇപ്പം നിങ്ങളൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നിങ്ങൾ മസിൽ ബിൽഡ് ചെയ്യണം എന്ന് പറയുന്നത്, നിങ്ങൾ മെലിയണം എന്ന് പറയുന്നത്, നിങ്ങൾ തടിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ടാൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതും. അതായത് ആ ക്യാരക്ടറിന് അത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യാൻ റെഡിയാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ റെഡി ആയിട്ട് ആൾക്കാരുള്ളടുത്ത് അതിനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് തമിഴില് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഉള്ള ആക്ടേഴ്സിനെ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എത്രയോ ആക്ടേഴ്സ് ഉണ്ട് അവിടെ നിന്ന്, പക്ഷെ അവരെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവരെ നിങ്ങൾ മറ്റേ അവർ കറുത്തതായതുകൊണ്ട് അവരെ അഭിനയിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ ടാൻ ചെയ്തുകൊണ്ട് അവർ ആ കളർ ടോണിലുള്ള ആൾക്കാരെ അഭിനയിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതും ഈ പറയുന്ന പോലെ ഒരു റേസിസം തന്നെയാണ്. അവിടെ അപ്രിഷിയേറ്റ് ചെയ്യാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആക്ടേഴ്സ് വരുമ്പോൾ എത്രത്തോളം നിങ്ങൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുണ്ട്. നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യാത്തിടത്തോളം അവരെ ആരും ശ്രദ്ധിക്കില്ല. നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്താൽ മാത്രമേ അവർ മുമ്പോട്ട് വരുള്ളൂ. അപ്പൊ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത്, ഉള്ള ആക്ടേഴ്സിനെ പോലും കൺസിഡർ ചെയ്യാതെ നമ്മൾ ഇല്ല എന്ന് പറയുന്ന സ്പേസിലേക്ക് നമ്മൾ ചിന്തിക്കരുത് എന്നാണ് എനിക്ക്. ഡെഫിനറ്റ്ലി കുറവാണ്, പക്ഷെ അവിടെയും പറയുന്ന പോലെ ഒരുപാട് മാറ്റങ്ങളുടെ ഭാഗമായിട്ട് പുതിയ ആക്ടേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇപ്പോൾ നമ്മൾ സീരീസുകൾ കണ്ടു കഴിഞ്ഞാലും സിനിമകൾ കണ്ടു, എനിക്ക് പെണ്ണി പറയാൻ അറിയില്ല, പക്ഷെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സ്പേസ് ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നേരത്തെ പറഞ്ഞല്ലോ 2008 തുടങ്ങിയ സിനിമാ ജീവിതമാണ്. അപ്പം 2008 മുതൽ ഇങ്ങോട്ട് 2025 വരെ കുറെ അധികം സിനിമകൾ ചെയ്തു, കുറെ അധികം നല്ല ക്യാരക്ടേഴ്സ് കിട്ടി. മുമ്പോട്ടും ഇതിലും മികച്ച നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇത്രയും കാലം അഭിനയിച്ച ക്യാരക്ടേഴ്സിൽ പേഴ്സണലി ഏറ്റവും കണക്ഷൻ തോന്നുന്ന, ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ക്യാരക്ടർ ഏതാണ്? അതിനുള്ള റീസൺ എന്താണ്? എന്നെ കുറെ ക്യാരക്ടേഴ്സിൽ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അരവിന്ദന്റെ അതിഥികളിലെ ക്യാരക്ടർ അരവിന്ദന്റെ അതിഥികളിലെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടി ജോമോളാണ്. എൻ്റെ സ്വഭാവത്തിലും ഞാൻ കുറച്ച് ജോമോളാണ്. എനിക്ക് വീട്ടിലൊക്കെ ഈ പ്രതികരണ ശേഷി കുറച്ച് കൂടുതലുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ജോമോളോടാണ്.